അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ കല്യാണം. അപ്പം നമുക്കിത് അങ്ങോട്ട് വേഗം പോകണം. പൊലിയുള്ളെങ്കിലും 60 കിലോ എന്നാ കിട്ടിയത്. വേറെ 6 തറി എന്ത് ഭംഗിയാ നോക്കിയേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയോട്ടാ, ഇന്നാണ് കേട്ടോ ഞങ്ങളുടെ മോളുടെ കല്യാണം. അപ്പോൾ മോളുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സ്മിത മുന്നേ അറിയിക്കാനിരുന്നതെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ചില ബന്ധങ്ങൾ നമുക്കറിയാം മോളുടെ സ്ഥാനമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു കല്യാണമാണ്. വല്യമ്മയുടെ മോളുടെ കുട്ടിയുടെയാണ് കല്യാണം. അപ്പം ഞാൻ എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു ഈ മോളെ. അപ്പോൾ അവളുടെ കല്യാണമായിട്ടെന്ന്. അപ്പോൾ എന്താ പറയുക, കെട്ടിനേക്കാൾ മുന്നേ എത്തണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാമല്ലോ എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിച്ച് ഓടാൻ പറ്റുന്ന പോലെയല്ലല്ലോ. നമുക്ക് ഇത്തിരി നേരം എടുത്താലേ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് പോകണമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചേ ഓട്സ് കൊണ്ട് വെറുതെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എന്നിട്ട് പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയാം കേട്ടോ. അതായിട്ട് ഉണ്ടാക്കണതെന്ന്. അപ്പം എനിക്ക് ഷായേട്ടനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ ഓട്സ് ആട്ടാ നമ്മളിടണേ. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നതെന്ന് അറിയോ, നട്ട്സുകൾ. അത് ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ലാണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ മറ്റേ കാഷ്നട്ടും നമ്മുടെ ബദാം, അതേപോലെ നമ്മുടെ പപ്കിൻ്റെ കുരുലി അത്, അതേപോലെ പിന്നെ എന്താ പറയുക ഈന്തപ്പഴം ഒരു മധുരത്തിനൊക്കെ ആയിട്ട്, പിന്നെ പിസ്ത, അങ്ങനെയുള്ള ഒരുവിധം നമുക്ക് എന്ത് നട്ട്സുകളുണ്ട് അതൊക്കെ നമ്മളൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് തേനക്കയിലും ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തിളപ്പിച്ച പാല്. നന്നായിട്ട് നമ്മുടെ ഓട്സ് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പാൽ ഒഴിച്ചിട്ടുള്ളത്. നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് കഴിക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഈ കല്യാണ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ പറമ്പിൽ ഇറങ്ങിയെന്ന് തോന്നാം. പക്ഷെ ഒന്നല്ല കേട്ടോ, നമ്മുടെ തത്തയുള്ള പയർ കൊണ്ടുപോകും. അപ്പോൾ അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഉള്ളത് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ പയറാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവണമുണ്ട് കണ്ട. ഒരു അടുത്തൊരു 2 ദിവസം കഴിയുമ്പോഴേക്കും പൊട്ടിക്കാനുള്ള പയർ കിട്ടും. അതേ നിറച്ച് പൂവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാണക്കുള്ള കുറച്ച് പുല്ലും കൂടി നുള്ളിയിട്ട് കയറാം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇങ്ങനത്തെ ഈ പുല്ല് നമ്മൾ സ്ഥിരം ഇങ്ങനെ കൊടുക്കണ കാരണമല്ലേ ഇവർക്ക് വയറുവേദന എന്ന് പറയുന്ന സംഭവമേ വലിയ കേട്ടാ. ഭക്ഷണമാണെങ്കിലോ നേരത്തിന് ശരിക്കും കഴിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ചോളട്ടാ ഇതിപ്പോൾ നമ്മൾ കിളികൾക്ക് കൊടുത്തിട്ടേ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വലിച്ചു കളയാറായി. അവർക്ക് വേണ്ടി നിർത്തി കൊടുത്തത്. തിരക്ക് കൂട്ടുണ്ടായിട്ടാ. നിങ്ങൾക്കുള്ള ചീരയ്ക്കായിട്ട് ഞാൻ തന്നിട്ട് പോവുള്ളൂ കേട്ടോ, പേടിക്കണ്ട. ഇപ്പോൾ തരാട്ടെ നിങ്ങൾക്ക്. നമ്മുടെ കുട്ടിപ്പട്ടാൾക്ക് ഈ പുല്ല് കൊടുത്തിട്ട് കുട്ടികൾക്കുള്ള ചീര അരിഞ്ഞിട്ട് വരും. എന്നിട്ട് ഞാൻ പോവുള്ളൂ. എന്താ സങ്കടം, ഞങ്ങൾക്കുള്ളതൊന്നും എത്തിയില്ലല്ലോ. കയ്യിലാണെങ്കിൽ പച്ചല കാണാനുണ്ടല്ലോ. ഇപ്പോൾ വരാട്ടാ വേണ്ട. വായ അമ്മയുടെ കുട്ടികൾ വേഗം വായോ. ഇതെന്താണ് ഇതെന്താണ് വയ്യ. അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ അങ്ങനെ ഇരുന്നാലല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ എല്ലാവർക്കും. അമ്മേ നിക്ക് എന്തൊരു ഇഷ്ടം പറയാം ഇവർക്ക് ഈ പുല്ലേ. ഇത്ര ടേസ്റ്റ് ഉണ്ടാണോ പോലെ, നമ്മളെ വല്ല ചീരല പോലെയൊക്കെ തോന്നുന്നുണ്ടാണോ അവർക്ക് ഈ പുല്ല് തിന്നുമ്പോൾ.
രാവിലത്തെ ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് പുല്ല് തിന്നല്ലേ. ഇത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ. ഞാൻ വരെ കുട്ടികളോട് കിടന്ന് തിന്നോട്ടാ. ഇതേ ഇന്ന് അമ്മയ്ക്ക് ഇരിക്കാൻ നേരമില്ലടാ. എന്നൊരു സ്ഥലത്തേക്ക് പോട്ടാ. നല്ല കുട്ടികളായിട്ട് ഇരുന്നോളോട്ടെ വരുന്നവരെ. ഇനി നമ്മുടെ കോഴിബാബുകൾക്ക് പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കട്ടെ കേട്ടാ. നമ്മുടെ കുട്ടികൾക്ക് പുല്ല് തന്നില്ലേ? എല്ലാവർക്കും പുല്ലല്ല, അവർക്ക് ചീര അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. ആദ്യം നമ്മുടെ കുട്ടികൾ വരരുത്. നമ്മ പോയിട്ട് ചീരയും കൊണ്ടുവരാട്ടാ. നമ്മുടെ കോഴിപ്പാപ്പുകൾ കണ്ടോ ചോദിച്ചിട്ട് അവിടെ കരയണേ. ഹലോ അമ്മച്ചിക്കുട്ടാ, നെയ്മർക്കുട്ടാ. 4 പേര് അവിടെ നോക്കണോക്ക്. ദാ തരാട്ടെ. കെട്ടി ഞാൻ അവിടെ ഇരുന്ന് തിന്നാലോ. നമ്മുടെ കുട്ടി പട്ടാളക്കുള്ളത് ഓട്ടത്തൊക്കെ കോഴിക്കൂട്ടിലേക്ക് ഇങ്ങോട്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയുക, കോഴിക്കാട്ടൊക്കെ ഇവരെ കൈമീൻ കാലുമീക്ക് ആവൂല വെച്ചിട്ട് ഞങ്ങൾ കയറ്റാണ്ടിരിക്കണേ. ഉൾക്കാണെങ്കിൽ അവിടെ വന്ന് കാര്യം രക്ഷിക്കണം. വാ അമ്മേനെ കടത്ത്. നമ്മുടെ കുട്ടിപ്പട്ടാളം അമ്മേനെ കടത്ത്. അല്ലെങ്കിൽ ഞാൻ കോഴിക്കൂട്ടിലിരിക്കേണ്ടി വരും. ഇനി നമ്മുടെ മീനും കൂടി തീറ്റിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയുടെ പണി കഴിഞ്ഞു. മീനും കൂടി തീറ്റിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണത്തിന് പോകാനുള്ള റെഡി ആവാം. കുട്ടികൾക്ക് മീമിയുടെ തീറ്റ വേണം അല്ലേ? ഇത്തിരി തരാം. ഇതാ ഇവര് മീനിന്റെ തീറ്റ തിന്നേ. ഇവര് മീനിന്റെ തീറ്റ തിന്നും. കോഴിക്ക് ചോളം കൊടുക്കുമ്പോൾ ചോളം തിന്നും. അങ്ങനെ എല്ലാത്തിനും ടേസ്റ്റ് അറിയണം അവർക്ക്. വാ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളിവിടെ പെരുമ്പിക്ക് അവരെത്തും. കണ്ടോ അവിടെ എല്ലാവരും വന്ന് നിൽക്കുക. ഇല്ലേ കുട്ടി, ആങ്ങളമാരിക്ക് നോക്കിയോളോ കേട്ടാ. കുറുമ്പ് കാണിക്കണമെങ്കിൽ അവരൊക്കെ നോക്കിയോളോ. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ ഇതേ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കണേക്കാൾ മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സുകൾ കേട്ടോ, അത് ഏത് ഫ്രൂട്ട്സായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പപ്പായ ഉള്ള കാരണം നമ്മളിവിടെ കൂടുതൽ പപ്പായയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു കഷ്ണം ഇങ്ങനെ നമുക്കിങ്ങനെ ഇടയിലേക്ക് നല്ല രസമാണ്. ഇടയ്ക്ക് അതൊരു കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോഴേക്ക് ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയിടാട്ടാ. അത് പാപ്പളോ എന്താ പറയുക ഒക്കെ ആണെങ്കിലും നല്ലതാണ്. പപ്പായ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നണേ. പപ്പായന് ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാട്ടോ ചെയ്യുക എപ്പോഴും. എന്നിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. അതായത് പപ്പായ ഏത് ഫ്രൂട്ട്സ് ആയാലും ആ കഴിക്കുന്ന നേരത്തെ ഇട്ടാൽ മതി കേട്ടോ, അപ്പോഴാട്ടോ ടേസ്റ്റ്. അപ്പോൾ ഷായിട്ടിന് എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 2 പാത്രത്തിലൊന്നും ആക്കണില്ല, ഒരു പാത്രത്തിൽ തന്നെ കഴിക്കാം.
ഇത് ഞങ്ങളൊക്കെ തിരക്കില്ല ശരിക്കും. ഇത് ഓട്സാണ് കേട്ടോ, ഓട്സ് ഭയങ്കര രസമത്. ശരിക്കും തണുപ്പിച്ച് കഴിക്കണം അത്, നല്ല രസമാണ്. ഫ്രൂട്ട്സുകളും തണുപ്പ് തന്നെ ഇരിക്കണം കേട്ടോ, അതിൻ്റെ ഒപ്പം തന്നെ. പുറത്ത് വെച്ച ഫ്രൂട്ട്സ് ആവരിക്കും, അത് ഞാൻ പറയാൻ മറന്നു. പെട്ടെന്നൊക്കെ ആക്കാൻ പറ്റുന്നതല്ലേ നമുക്ക്, അതാണ് കാലത്തൊക്കെ പെട്ടെന്നാക്കാം. അപ്പൊ നമ്മളിതാ കല്യാണത്തിന് പോവാട്ടാ. കെട്ടൊക്കെ കാണേണ്ടത് ആഗ്രഹിച്ചിട്ട് മാക്സിമം നേരത്തെ ഇറങ്ങാൻ നോക്കിയിട്ടിട്ട് അറിയില്ല എത്ര 10:10 ഇന്ന് കെട്ടിപ്പോൾ അല്ല 10:20 കുറുക്കഞ്ചേരി അമ്പലത്തിലാണേ. അങ്ങനെ നമ്മളിത് തിരക്കൊക്കെ പിടിച്ചിട്ട് ഓടി ചെന്ന് അമ്പലത്തിലെത്തിയപ്പോൾ ഇതാ നമ്മുടെ ആനന്ദം ദേവിക്കും കെട്ടൊക്കെ കഴിഞ്ഞിട്ട് അമ്പലം ചുറ്റിടാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കുറുക്കഞ്ചേരി അമ്പലത്തിലായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ ഇതാ വല്യമ്മയുടെ മോളും അതുപോലെ ഹസ്ബൻഡാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വല്യമ്മയുടെ മൂത്ത മകളുടെ മോളുടെ ആയിട്ടോ കല്യാണമായിരുന്നു. അപ്പോൾ പിന്നെ അവരോടൊക്കെ സംസാരിച്ചു. അപ്പോഴേക്കും ചേച്ചിമാരെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മയുടെ മക്കളും അതേപോലെ മാമന്മാരുടെ മക്കളും ഒക്കെയാണ് കേട്ടോ, അതേപോലെ മരുമക്കളൊക്കെയാണ്. എന്നാൽ പിന്നെ അവരെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വേഗത എല്ലാവരും നിർത്തിയതാ ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോഴേക്ക് ഇതാ ചേച്ചിമാർ നോക്കിയതാ എൻ്റെ കൈയൊക്കെ ഒന്ന് പിടിച്ച് നോക്കാൻ കേട്ടോ. നോക്കി ഇവളുടെ കൈ നോക്കിയാൽ നല്ല ആ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ടാ. അപ്പോൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും എൻ്റെ കൈയൊക്കെ ഒന്ന് പിടിച്ച് നോക്കി. പക്ഷെ ഞാൻ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളായി കാരണം എനിക്കതിലൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളൊരു തമാശയൊക്കെ ഇട്ടെടുത്ത് ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കല്യാണം എടുത്ത ഒരു താരമായിരുന്നു കേട്ടോ വാവ. എന്നാൽ പിന്നെ വാവനൊന്ന് കൊഞ്ചിക്കാൻ ചടുത്ത് ചെന്നപ്പോൾ ഇതാ വാവ കരച്ചു തുടങ്ങി. സാധാരണ ഒരു വാവകളും എന്നെ കണ്ട് അങ്ങനെ കരയാറില്ലേ, ഇവളെന്തോ കരഞ്ഞു പോയിട്ടാ. അപ്പോൾ വാവയുടെ അച്ചാച്ചനും അമ്മാമ്മയും അതേപോലെ പാപ്പനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഒന്ന് കൊഞ്ചിച്ചു. പിന്നെ അത് ഓക്കെ ആയി തുടങ്ങിയിട്ടാ. വാവ എൻ്റെ വല്യമ്മയുടെ രണ്ടാമത്തെ മകളുടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ വല്യമ്മയുടെ രണ്ടാമത്തെ മകള്. പിന്നെ ഇത് വാവയുടെ അമ്മയാണ് കേട്ടോ. വാവയുടെ അമ്മ നല്ല സുന്ദരമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും ഓരോ ഡ്രസ്സിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വാവയുടെ അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ, ഗൾഫിലാണ്. അപ്പോൾ അറിയാലോ ഇപ്പോൾ ഗൾഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കണ കാരണം അങ്ങനെ വരാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ വാവദേശായനെ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോഴേ നല്ല കുട്ടിയായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മുഖം കൂടുതൽ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോയില്ല, കാരണം വാവ കരയണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്, പിന്നെ വാശി പിടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കൊന്നും ചെയ്തില്ല കേട്ടോ. വിശേഷങ്ങൾ പറയുന്ന ഇടയിലെ ഞാൻ നമ്മുടെ വധുവരന്മാരെ പരിചയപ്പെടുത്തില്ലല്ലോ. അതാ ആനന്ദും ദേവിക്കും അവരാണെങ്കിൽ ഫോട്ടോ എടുക്കണ തിരക്കിലായിരുന്നു. നമുക്കറിയാലോ ആ ഒരു ദിവസം ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതാ ഇത് നമ്മുടെ ആനന്ദിൻ്റെ അച്ഛനും അമ്മയും അനിയനും അച്ഛൻ്റെ അനിയനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവർ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു കേട്ടോ. അതെനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഞാനിത് നമ്മുടെ ദേവിക കുട്ടിയുടെയും ആനന്ദിനും കൂടെ കയറി വേഗം ഒരു ഫോട്ടോ എടുത്ത് ചേച്ചിനും കൂടി പിടിച്ച് നിർത്തിയിട്ടു. ദേവിക കുട്ടി ആനന്ദിൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. മാം അത് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഫോട്ടോ എടുത്തതെന്ന്. പിന്നെ ഇത് അതേപോലെ തന്നെ ആനന്ദിൻ്റെ പാപ്പനും മാമയ്ക്കാണ്, അതേപോലെ കസിൻസൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. അവർ നമ്മുടെ വീഡിയോ കാണുന്നതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗോപിയക്കുട്ടിയുടെ അച്ഛനും അവളുടെ 2 ആങ്ങളമാരാണ് കേട്ടോ. അപ്പോൾ അവർ തിരക്കിനിടയിൽ പോലും എൻ്റെ അടുത്ത് സംസാരിക്കാൻ അവർ സമയം കണ്ടെത്തി. അതിന് വളരെ സന്തോഷം തോന്നിയിട്ടാ. പിന്നെ ഇത് എൻ്റെ മാമൻ്റെ മോനും ഷായേട്ടനും അവരെന്നെ കണ്ടപ്പോൾ എന്ത് വികൃതി പറയുന്നുണ്ടായിരുന്നു. അത് പോട്ടെ. പിന്നെ ഇതാ നമ്മുടെ കഥകളിക്കാർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസിൻസ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ടാട്ടോ ഇപ്പോൾ ഇവർക്കൊക്കെ എന്നോട് കൂടുതൽ പരിചയമായിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോൾ ഇതാ എൻ്റെ മാമൻ്റെ മക്കളും മരുമക്കളൊക്കെ അവിടെ ജ്യൂസ് കുടിക്കണം, നല്ല ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. പിന്നെ ഞാനൊന്നും ആലോചിക്കാൻ നിന്നില്ല, വേറെ അവരുടെ ഇടയ്ക്ക് ചെന്ന് ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ എനിക്ക് കല്യാണത്തിന് കാണാനും പറ്റി, സംസാരിക്കാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. കുറേ പേരൊക്കെ വീഡിയോയിൽ പകർത്തൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ പേരൊന്നും എനിക്ക് വീഡിയോ പിടിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ എന്നോട് ക്ഷമിക്കാം കേട്ടോ. പിന്നെ ഇതാ അപ്പോഴേക്കും നമ്മുടെ വാവ ഉണ്ടല്ലോ, ഇതാ വാവയുടെ അമ്മാമ്മയുടെ കയ്യിലായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വാവ എന്നെ കണ്ടപ്പോൾ കരഞ്ഞതല്ലേ, ആ കരച്ചിലും ആ പരിചയക്കുറവും ഒക്കെ മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ആ വാവയുടെ കൂടെ ഒന്ന് കളിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. നോക്കിയ വാവ നന്നായിട്ട് ചിരിച്ചു. അത് കണ്ടോടുകൂടി എനിക്ക് ഹാപ്പിയായി. കാരണം ഏത് വാവകളും എന്നെ കണ്ട് നന്നായി ചിരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കരഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം തീർത്തു. അമ്പലത്തിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. അപ്പോൾ അവിടെ നമ്മളിതാ നമ്മുടെ ആനന്ദിനെ ബൊക്കൊക്കെ കൊടുത്ത് വരവേൽക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ താരം ഒക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ചെക്കനെ സ്റ്റേജിലേക്ക് കയറ്റി കൊണ്ടുവരിക. നമുക്ക് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ള കാരണം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കുകളൊന്നും നമുക്ക് ഇവിടെ കയറ്റാനൊന്നും പറ്റില്ല. നമ്മുടെ യൂട്യൂബ് നിശ്ചയിച്ചുള്ള കുറച്ച് മ്യൂസിക്കുകളുണ്ട്. അതാണ് ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്.
കുറച്ച് നേരം ഞാനിത് ആ ഫോട്ടോ വീഡിയോയ്ക്കും പിടിക്കാനുള്ള എൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഷൈറിൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തു. അപ്പോൾ ഞാനിതാ വേഗം പോയിട്ട് എൻ്റെ വലിയമ്മ അമ്മായി മാമനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ അടുത്തൊക്കെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതാ എൻ്റെ അമ്മയും അതേപോലെ എൻ്റെ ചേട്ടത്തിയും അതേപോലെ ചേട്ടൻ്റെ മക്കളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ എന്താ കുറേ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പറയാനുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു ഇതാ അവിടെ സദ്യ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്കറിയാമല്ലോ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എവിടുന്നോ ഒരു വിശപ്പ് വരും. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇതാ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. നല്ല പാലടയും പരിപ്പ് പ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കുറേ നാളായിട്ടുണ്ട് ഞാൻ സദ്യ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സദ്യക്കും കഴിച്ചു അവിടെ നമ്മൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇതാ ഷായേട്ടൻ അപ്പോഴേക്ക് ഇതാ ഇവരെല്ലാവരും അളിയന്മാരാണ്. അതായത് ഇപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ വല്യമ്മയുടെ 4 ചേച്ചിമാരാണ്. അതിൽ 3 പേരുടെ ഹസ്ബൻഡുമാരാണ്. ഒരാളുടെ മകളുടെയാണ് കല്യാണം. അപ്പോൾ ആൾ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് തന്നെ ആ ചേട്ടന് ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ തൽക്കാലം കാണാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചിക്കും ഇതേപോലെ തന്നെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല സൗണ്ട് ബഹളമാണെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള വർത്തമാനങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ മാമൻ്റെ അമ്മായിയും അതേപോലെ തന്നെ മക്കളാണ്. ശാന്തിച്ച് സന്നിധ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറയാനിരുന്നു. കാരണം നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരു കല്യാണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമായിട്ടോ നമ്മളെല്ലാവരുമായിട്ടും ഒന്ന് കൂടുക. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ദേവികുട്ടീനെ ഇതാ വരവേൽക്കാൻ പോവുകയാണ്. നമ്മുടെ ആണിതിനെ വരവേറ്റ പോലെ തന്നെയാണ് താലും നിലവിളക്കൊക്കെ ആയിട്ട് തന്നെയായിട്ടും അവളിനെ വരവേൽക്കാൻ വേണ്ടി പോവുക. അതായത് നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ വലം വയ്ക്കുന്ന ചടങ്ങ്. അതായത് 3 പ്രാവശ്യമാണ് വലം വയ്ക്കേണ്ടത്. നമ്മുടെ നിലവിളക്കവും പറയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റായിട്ടാണ് ഇപ്പോൾ ഈ വലം വയ്ക്കുന്നത് കേട്ടോ. 3 പ്രാവശ്യം വല വെച്ച് കഴിയുമ്പോൾ ഇതാ താല് നമ്മളിത് അവിടെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പെൺകുട്ടിക്ക് അവിടെ ചെയറിലിരിക്കാം. അത് മാത്രമല്ല ഇനി നമ്മുടെ ചടങ്ങുകൾ ഇനിയാണ് കേട്ടോ തുടങ്ങുന്നത്. നമ്മൾ അമ്പലത്തിൽ താലികെട്ടിൽ മാത്രമാണ് നടത്തിയത്. ഇനിയുള്ള പരിപാടികളൊക്കെ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ സ്റ്റേജിമെയാണ്. അപ്പോൾ ഇത് ആദ്യം പെൺകുട്ടിയായിട്ടോ മാലയിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതാ ചെക്കനാണ് മാലയിടുക. പിന്നെ അതിനുശേഷം എല്ലായിടത്തും ചെയ്യണ പോലെ തന്നെ ബൊക്ക കൈമാറുക അങ്ങനെയുള്ള ചടങ്ങുകളും ഒക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിവിടെ കാണാൻ പോണത്. പിന്നെ ബൊക്ക കൈമാറുന്നത് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചെക്കൻ്റെ അച്ഛൻ്റെ കയ്യിലും ബൊക്ക കൊടുക്കും. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കയ്യിലും ബൊക്ക കൊടുക്കും. അങ്ങനെ അച്ഛന്മാരാണ് മക്കൾക്ക് ബൊക്ക കൊടുക്കാണ് കേട്ടോ. ഇപ്പോൾ ആനന്ദിൻ്റെ അച്ഛൻ ആനന്ദിന് ബൊക്ക കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദേവികുട്ടിയുടെ അച്ഛൻ ദേവികുട്ടിക്ക് ഇതാ ബൊക്ക കൊടുത്തു. ഇനി അവർ തമ്മിലാണ് കേട്ടോ ബൊക്കയ്ക്ക് ഇതാ കൈമാറുന്നത്. ഇനി അടുത്തൊരു ചടങ്ങെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടിയുടെ അച്ഛൻ കൈ പിടിച്ച് നമ്മുടെ ആനന്ദിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ചടങ്ങായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അച്ഛൻ മകളെ കൈ പിടിച്ച് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മുന്നേ നമ്മുടെ ദേവികക്കുട്ടി താലം പിടിച്ചിട്ട് 3 വട്ടം വലം വെച്ചല്ലോ. ഇപ്പോൾ ആനന്ദ് ദേവികക്കുട്ടിയുടെ കൈ പിടിച്ചിട്ട് 3 വട്ടം വലം വയ്ക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷം ഇവർ എന്താ പറയുക സ്റ്റേജിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരെ നോക്കി അനുഗ്രഹം മേടിക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഈ ഒരു ചടങ്ങെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിലും ഇല്ല. ഇതിപ്പോൾ ഇതാ നമ്മുടെ ഗോപികക്കുട്ടിയുടെ ആങ്ങള നമ്മുടെ ആനന്ദിന് മാലിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. ഇനി ഫോട്ടോ ഒക്കെ എടുക്കുന്ന ചടങ്ങാണ്. ഇത് നമ്മുടെ ആനന്ദിൻ്റെ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, അനിയൻ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗോപികക്കുട്ടിയുടെ ഫാമിലിയാണിത്. അച്ഛൻ, അമ്മ, 2 ആങ്ങളന്മാരാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇവരെല്ലാവരും മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ ഒന്നുകൂടി നല്ല രസമാണല്ലോ കാണാൻ. അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് കാട്ടിയത്. ഇതും അതേപോലെ തന്നെ ആനന്ദിൻ്റെ കസിൻസും അവരൊക്കെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാ നമ്മൾ വേഗം ചാടിക്കറി ഫോട്ടോ എടുക്കാൻ നിന്നു. അമ്മേനെയും ചേച്ചിനും ഒക്കെ പിടിച്ച് നിർത്തിയിട്ടോ ഞാൻ ഫോട്ടോ എടുത്തത്. ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങുമ്പോഴേക്ക് ഇതാ നമ്മുടെ ഒരു ചേച്ചി കൂടി എന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി എന്നോട് എന്താ ചോദിച്ചതെന്ന് അറിയോ, ഇന്ന് രാവിലെ വരുമ്പോഴും പച്ചക്കറി പൊട്ടിച്ചില്ല എന്നാണ് ചോദിച്ചത്. ഞാൻ പൊട്ടിച്ചിരുന്നതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ചേച്ചി എന്നോട് പങ്കിട്ടത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം കൊണ്ട് ചോദിക്കാനായിട്ട് ചേച്ചി മറന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ വല്യമ്മയുടെ മോളാണ് അനിതേച്ചി. പിന്നെ ഇതെൻ്റെ കുഞ്ഞുമാമൻ, കുഞ്ഞുമ്മായി, മക്കൾ ആശ, ആനും അവരുടെ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേ അവിടെ ഒരു വാവയുണ്ട്. ഈ വാവയാണെങ്കിൽ ഇത്തിരി ഉറക്കത്തിലായിരുന്നു കേട്ടോ. എങ്കിലും ഞങ്ങളിതാ എല്ലാവരും കൂടി നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കല്യാണ വിശേഷങ്ങളൊക്കെ ഞാനിത് ഇവിടെ പതുക്കെ അവസാനിപ്പിക്കാൻ പോവാണ്. റിസപ്ഷനൊക്കെ ഇനി നാളെയാണ്. കാരണം നമ്മുടെ ആനന്ദിൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദേവികുട്ടീനും കൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ നാളെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളവർ പോയിട്ട് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇതാ എൻ്റെ ചേട്ടനും ചേട്ടത്തിയും അമ്മയും മക്കളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ
ഇതാ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പോകണോ ഇല്ലേട്ടോ? എത്തി ആ എത്തിട്ടോ. അയ്യോ കുറച്ച് നേരം കാണാം. ഇത് നമ്മുടെ അല്ലുകുട്ടിയുണ്ട്. അല്ലുകുട്ടിയുടെ തൊടപ്പ് സമ്മതിക്കില്ല. നമ്മുടെ പേളിക്കുട്ടി അല്ലു പണിക്ക് പോവും. ആ എന്റെ മോൾക്ക് മക്കൾ അവിടെ അതിനേക്കാട് സങ്കടാ. അപ്പൊ അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞ് എത്തിയിട്ട് കുട്ടിപ്പട്ടങ്ങളെ വിളിച്ചു തുടങ്ങി. പേളിക്കുട്ടി സങ്കടം പറഞ്ഞു തുടങ്ങി. ശരി 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 എല്ലാം മനസ്സിലായി. ദേശം മാറിയിട്ട് വരാട്ടോ. ദേശം മാറിയിട്ട് വരാട്ടോ. അമ്മയുടെ കുട്ടികളെ വിട്ടിട്ട് എത്തിക്ക് മൂവില്ലാട്ടോ. സങ്കടം പോയി ഏറ്റവും എത്തി. ഓ കല്യാണി. ആ ശരി 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 ചായ പോകണേ. എൻ്റെ അടുത്ത് ഏൽപ്പിക്കാറുണ്ട്. നമ്മുടെ ഈ പറമ്പിലേക്ക് പോകുന്നു. ഉഷായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇന്ന് ഈ പറമ്പിലേക്ക് ഇന്നത്തെ ദിവസമേ വന്നിട്ടില്ല. രാവിലെ അവിടുത്തെ പറമ്പിൽ പോയി കുറച്ച് പയറൊക്കെ പൊട്ടിച്ച് കൊണ്ടെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ഷായേട്ടൻ ചായ കുടിയപ്പോൾ നേരം ഇങ്ങോട്ട് പോന്നു. അപ്പം ഞാനിത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഷായേട്ടനാണെങ്കിലേ നമ്മുടെ അന്ന് കൊള്ളി പറിച്ച ഭാഗത്തേ അവിടെ അടുത്ത കൊള്ളി വെക്കാൻ വേണ്ടിയിട്ട് പൊലി കൂട്ടുക. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭക്ഷണത്തിലും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ല. എങ്ങനെയുള്ള യാത്ര പോയി വരുന്ന ദിവസം ചായ കുടിക്കുന്ന നിർബന്ധം. അല്ലാത്ത ദിവസം വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ചായ കുടിക്കുന്നത്. അപ്പം നമ്മള് ഇതേപോലെ ആയിട്ട് പൊലി കൂട്ടാറ് നമ്മള് കണ്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊള്ളി നിന്നിരുന്നത് ഇവിടെയായിരുന്നു. ഞാനേ ഷായന്റെ അടുത്തേക്ക് നിൽക്കട്ടെ. കാരണം ഞങ്ങളുടെ മൈക്കോരുള്ളത് കംപ്ലൈന്റ്. ഇപ്പൊ ഒരു മൈക്കേമേ രണ്ടുപേരും എന്തെങ്കിലും സംസാരിക്കട്ടെ. അത് കാരണം അല്ല കഴിഞ്ഞ പ്രാവശ്യേ കൊള്ളി ഉണ്ടായിരുന്നു ഇവിടെ ഈ ഇടയില് അങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെയുള്ള പുല്ലൊക്കെ ചെത്തി കൂട്ടിയത് ഇവിടെ ഇട്ടതാ. അങ്ങനെ നമ്മള് കൊള്ളിയുടെ തറികളൊക്കെ വെട്ടിയതില്ലേ അതൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. ഇതൊക്കെ ഒന്ന് ഇരിക്കുന്നതനുസരിച്ച് വീണ്ടും മണ്ണിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലേ ഈ കൊള്ളി അടിയിലേക്ക് പോവില്ല. ഇങ്ങനെ മുകളിൽ തന്നെ ഉണ്ടാവുക. ഒരു പിടിച്ചിട്ടൊന്നും നാശമില്ല. കൊലി കാണുമ്പോ വിചാരിക്കും 2-3 തറിയൊക്കെ കുത്താന്ന്. പക്ഷെ ഒറ്റ എണ്ണം മതി നമുക്ക് ഈ 3 വിളവ് കിട്ടുന്ന. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം അല്ലേ ഷേട്ടാ. നമ്മള് കൊള്ളി അത് പിന്നെ നമ്മൾ പറിക്കേണ്ട സമയമായിട്ടല്ല. ആ കാറ്റത്തൊക്കെ ഇങ്ങനെ ചെരിഞ്ഞപ്പോ പിന്നെ എല്ലാം പറിച്ചെടുത്തതാണ്. അപ്പോഴും കാണാൻ നല്ല വലിപ്പമുള്ള വലിയ കൊള്ളിയായിരുന്നു. ഇതിപ്പോ കണ്ടത് ഇങ്ങനെ ഇതില് മണ്ണിടും കുമ്മായിക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാ. അപ്പൊ ഇന്ന് കാര്യമായിട്ട് ഇപ്പൊ കല്യാണത്തിന് പോയി വന്ന കാരണം ഞങ്ങൾ എത്തുമ്പോഴെല്ലാം നേരം വൈകി. ഇപ്പോഴായാലും അധികം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇതപ്പോൾ ഒരു ചെറിയൊരു പണിയില്ലേ പറഞ്ഞിട്ട് ഷായിട്ട് ഇറങ്ങിയേ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങി. കാരണം കൊള്ളിത്തരം ഒന്ന് കുത്തി കൊടുക്കാം. അപ്പൊ അതൊന്ന് കഴിയല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാ. അപ്പൊ ഞാന് കൊള്ളിത്തറികൾ കേട്ടല്ലേ ഷായിട്ടാ. 1 2 3 4 5 പിന്നെ കഴിഞ്ഞ വട്ടം എന്നിട്ടാ എനിക്ക് കമന്റ് ഞാൻ ഷായേട്ടനെ കുറെ വട്ടം വിളിക്കണമെന്ന്. അതിപ്പോൾ ഷായേട്ടൻ എന്നല്ല വേറെ ആരെൻ്റെ അടുത്താണെങ്കിലും എനിക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു പൂർണ്ണത നല്ല പോലെ തോന്നാറുള്ളത്. അങ്ങനെ ശീലമായി പോയിട്ടാ. മക്കളുടെ അടുത്തായാലും സംസാരിക്കുമ്പോൾ ഇപ്പം ആര്യമോനോടെ ആയാലും ഉട്ടിനോടെ ആയാലും സംസാരിക്കുമ്പോൾ അതല്ലടോ ഉട്ടുവോ അല്ലടാ ആര്യമോനെ. ഉട്ടു എന്നല്ല അർജുനാട്ട പേര്. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പം അങ്ങനെ വരും. അപ്പം അതൊരു ശീലമായല്ലോ. മധുരക്കിഴങ്ങ് കളകൊണ്ടു ചെറിയൊരു കളകൊണ്ടു. അതേ നമ്മൾ ഈ കൊള്ളിയുടെ ഇവിടെ ഇങ്ങനെ മധുരക്കിഴങ്ങിന്റെ വള്ളികള് വള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിണ്ടായി. അപ്പൊ ഇനി കളയ്ക്കുമ്പോ വല്ല കിട്ടിയ പിന്നെ ഇതൊക്കെ ചെറിയ ഇതാണല്ലേ ഷേട്ടാ. അപ്പതാ കൊഴപ്പൊന്നുമില്ല. അതിന്റെ കള കൊണ്ടല്ലോ അല്ലേ. കുഴപ്പമില്ല. അതും കള കൊണ്ടു. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും കൊള്ളി തരി നടാം. നമ്മളെ ഈ ഇവിടത്തെ ഈ കൊള്ളിയിൽ തന്നെ തരി നട്ടാ മതില്ലേ. മുന്ന് പർച്ചേസ് വേണ്ടല്ലോ. ഷൈഡ മുന്ന് പർച്ചേസ് വേണ്ടല്ലോ അല്ലേ. അതന്നെ എടുക്കാം.
ഈ ഒരു തറി എടുത്തോട്ടോ കേട്ടോ ഷൈട്ടാ. അപ്പം നമ്മൾ കൊള്ളിത്തറി ഇതാ ഇത്ര ഇതിലെ വെട്ടുള്ളൂ കേട്ടാ. ഇതേ ഈ ഒരു നീളത്തിൽ ടൈസും കൂട്ടാ. അഞ്ച്. അപ്പം നമ്മുടെ കൊള്ളിത്തറി കുത്തിരേൻ്റെ തല മനസ്സിലാവുക. നമ്മൾ മണ്ണിൽ കുത്തിവെച്ച ആ ഭാഗം മണ്ണായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ നമ്മൾ ഇത്തിരി വെണ്ണീറിലൊന്ന് മുക്കി കൊടുക്കൂട്ടാ. വെണ്ണീർ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക്. ഇപ്പം നമ്മുടെ ഈ ഡ്രമ്മിൽ വെണ്ണീറാണ് എപ്പോഴും ആവശ്യമാണ് വെണ്ണീറേ. അപ്പം ഇങ്ങനെ വയ്ക്കും. നീ കണ്ടോ ഇതേപോലെതാ വെണ്ണീറിലൊന്ന് മുക്കി. എന്തെങ്കിലും ഒരു ചെറിയ പണി ഒരു ദിവസം ചെയ്തില്ലെങ്കിലേ എന്തോ ഒരു ദിവസം നമുക്ക് കടന്നു പോകാത്ത പോലെ തോന്നും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ കാര്യത്തിലല്ല, ഷായൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു. പിന്നെ നമ്മളിതാ കൊള്ളിത്തറി കുത്തുമ്പോൾ ഇങ്ങനെ നേരെ കുത്തി കൊടുക്കില്ല കേട്ടാ. ഇത്തിരി ചെരിവുണ്ടാവും അല്ലേ, കണ്ടോ? ഇങ്ങനെ ഒരു ചെരുവിലാണ് കുത്തി കൊടുക്കുക. എന്താ ചാർലിക്കുട്ടാ? ഷായിട്ട് ഒരു പൊലി കൂടി കൂട്ടിയില്ലേ? ഞാൻ 5 എടുത്തുള്ളൂ. കുഴപ്പമില്ല, ഇവിടെ കിടക്കുന്നുണ്ട്. ആണല്ലോ, അങ്ങനെ ഒരു കുഞ്ഞ് സിമ്പിളായിട്ടൊരു പണി. അപ്പം അതിലേക്കും കൂടി ഒരെണ്ണം വെട്ടട്ടെ ഞാൻ. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അടിയിൽ എന്തോരം തൂപ്പിട്ടുണ്ടെന്ന് അറിയാം. കണ്ടോ, തൂപ്പ് പോലും കാണാത്ത വിധത്തിൽ മുകളിൽ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കും. പക്ഷെ അത് എന്താ പറയുക, ഒന്ന് ഇരിക്കുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണിട്ടൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കാര്യം 6 പൊലിയുള്ളെങ്കിലും 60 കിലോനാ കിട്ടിയത്. വേറെ 6 തറി. നോക്കിയാൽ എന്ത് ഭംഗിയാ നോക്കിയേ. ഇത്രയേ ഉള്ളൂ, നിസ്സാര സമയം മതി. പക്ഷെ മണ്ണെണ്ണ ഷായട്ടിന് ഇത്തിരി സമയം പിടിച്ചു. ഇതന്നെ നല്ല ഇളകി കിടക്കണതല്ലായിരുന്നു, അത് കാരണം സുഖമാണ്. പിന്നെ നമുക്ക് ഇന്ന് കല്യാണം ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു രക്ഷമായിട്ട്. ഇപ്പം മഴയുണ്ട്, ഇന്ന് രാത്രി വൈകിട്ടും മഴയുണ്ട്. അത് കാരണം നനയ്ക്കണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ രാവിലെ കുറച്ച് ഭാഗം നനയ്ക്കാനായിട്ടുള്ള ഒരു ധൃതി കൂട്ടിന് വന്നേനെ വൈകിട്ടായാലും. ഇപ്പം അതൊന്നും വേണ്ടി വന്നില്ലല്ലോ നമുക്ക്. നമ്മുടെ ഒരു 5-6 ബ്രൊക്കോളി കേട്ടോ. ബ്രൊക്കോളി അത് വെറുതെ നട്ടു കൊടുത്തോണ്ടാണ് നമുക്ക് അല്ലെങ്കിലും ഉപയോഗിക്കാന്ന് വെച്ചിട്ട്. എന്താ ടേസ്റ്റ് കൂട്ടാ? ചാമ്പക്കായുടെ അടുത്തേക്ക് പോയി നോക്കട്ടെ. കാരണം നമ്മളന്ന് ചാമ്പേനെ വലിച്ചേട്ടിട്ട് പിന്നീട് ഊണൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പം ഞാൻ അത് പോയി നോക്കി നോക്കട്ടെ. ഞാൻ ഷൈട്ടാ നമ്മുടെ ചാമ്പക്കായനത് പോയി നോക്കട്ടെ. നമ്മുടെ ചാമ്പേനെ നമ്മൾ കയറുകൊണ്ട് വലിച്ചിട്ടിട്ട് കാര്യമൊന്നും ഇല്ലാട്ടോ. ആളിങ്ങനെ ചാഞ്ഞിന് കിടക്കണേ. അപ്പം ഞാനേ ചാമ്പക്കായി ഒന്ന് പൊട്ടിക്കണമെന്നില്ലേ, പാത്രം ഒന്നും എടുത്തിട്ടില്ലേ. നാളെ രാവിലേക്ക് വന്നിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു കേട്ടാ. നിറച്ചുണ്ട്, കാണുമ്പോൾ പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാട്ടാ. അപ്പം അതായത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് മോളാണ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അത് എന്തിട്ടാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ 2 ചേച്ചിമാരും അതേപോലെ തന്നെ 3 ആങ്ങളമാരാണ് ഉള്ളത്. പക്ഷേ ഇവർ ചേച്ചിയനിയത്തിമാരുണ്ടല്ലോ 3 പേര്, അവർക്ക് 3 പേർക്കും കൂടിയിട്ട് 6 പെൺകുട്ടികളാണ് ഉണ്ടായത്. ഈ 6 പെൺകുട്ടികൾക്ക് ഉണ്ടായ മക്കളേൽ ഒരു പെൺകുട്ടിയുള്ളൂ, ബാക്കി 11 ആൺപിള്ളേരാണ്. അപ്പം അതുകൊണ്ടാണ് മോളുടെ കല്യാണം എന്നുള്ളത് നമുക്ക് പറയണത് കേട്ടോ. കാരണം ആ മോളുടെ ഒരു സ്ഥാനമാണ് അവൾക്കുള്ളത്. അപ്പം ഇനി പറമ്പിലത്തെ വിശേഷങ്ങളൊന്നും ഇന്ന് വേറെ ഒന്നും ചെയ്യണില്ല. വേറെ നമ്മൾ വീട്ടിലേക്ക് പോവാ. വെളിക്കുട്ടിയെ പോവാ.
പിന്നെ ഇതാ വൈകിട്ട് ഇതാ ഒരു ഫിലിം കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളിതാ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺമണിക്കുട്ടിയും കൺമണിയുടെ അമ്മയും അതേപോലെ പെങ്ങൾ പ്രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഈ കല്യാണം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് എൻ്റെ അമ്മ വീട്ടിലത്തെ കല്യാണമല്ലേ, അപ്പോൾ അതുകൊണ്ടാട്ടോ എൻ്റെ കൂടെ കൺമണിക്കുട്ടീനെ കാണാതെ ഇരുന്നത്. അങ്ങനെ കൺമണിക്കുട്ടിക്ക് ആയിട്ട് അങ്ങനെ ഞങ്ങളിത് ഹൈലൈറ്റ് മാളിൽ വന്ന് കുറച്ച് നേരമൊക്കെ എല്ലായിടത്തും ഒന്ന് കറങ്ങി. അപ്പോഴേക്കും പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഭക്ഷണം കഴിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ KFC മതി എന്ന് പറഞ്ഞിട്ട് അതായിട്ടോ കഴിക്കാനിരുന്നത്. പിന്നെ നമ്മളതിൽ ഇന്നത്തെ ദിവസം വീട്ടിൽ ഭക്ഷണം വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാണിച്ച ഓട്സ് കഴിച്ചു, പിന്നെ നമ്മൾ സദ്യ കഴിച്ചു, ഇപ്പോൾ ഇതാ നമ്മുടെ KFC കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഫിലിം തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ദിവസമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.